നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഗോൾഡൻ വിസ ലഭിച്ച ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള സൂപ്പർ താരം രജനീകാന്ത് ദുബായ് സന്ദർശനം നടത്തിയിരിക്കുകയാണ്. UAE സന്ദർശനത്തിൽ കൃത്യമായും അദ്ദേഹം ചില കാര്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ സൈറ്റിൽ പങ്കുവച്ചിട്ടുണ്ട്, എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: അദ്ദേഹം അബുദാബിയിലെ ക്ഷേത്രത്തിൽ, പുതുതായി പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് ബാബ്സ് ഹിന്ദു മന്ദിറിൽ വെച്ച് അദ്ദേഹം അവിടുത്തെ സന്യാസി വര്യന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അത് കൃത്യമായും ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള ട്വിറ്റർ, അതായത് ഇപ്പോഴത്തെ എക്സിൽ അദ്ദേഹം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് UAEയുടെ സാംസ്കാരികവും പാരമ്പര്യവും ഒക്കെ ഒത്തിണങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലനാകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് UAE വിസ ലഭ്യമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗോൾഡൻ വിസയാണ് ലഭിച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന "ഐ ആം ഡീപ്ലി ഓണേർഡ്" എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് കൾച്ചർ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക പാരിതോഷികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. സൂപ്പർ താരം രജനീകാന്തിൻ്റെ ഈ ഒരു ക്ഷേത്ര സന്ദർശനം, നമുക്കറിയാം UAEയുമായി ഇന്ത്യക്ക് വളരെ അടുത്ത നയതന്ത്ര ബന്ധമാണുള്ളത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ UAE ഭരണാധികാരിക്ക് ഉള്ള പ്രത്യേകമായ താല്പര്യം നമുക്ക് കൃത്യമായി അറിയുന്നതാണ്. ഗൾഫ് നാടുകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം എന്ന രീതിയിൽ തന്നെ ഇന്ത്യയോടുള്ള ഒരു വലിയ ഒരു സ്വീകാര്യത, ഇന്ത്യയോട് കാണിക്കുന്ന ഒരു അഭിവാഞ്ച നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കൃത്യമായും രജനീകാന്തിൻ്റെ അവിടുത്തെ സന്ദർശനം വലിയ രീതിയിൽ തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ നടന്മാർ അല്ലെങ്കിൽ കൂടുതൽ പൗരപ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അവിടേക്ക് സന്ദർശനം നടത്തും എന്നുള്ളത് വ്യക്തമാണ്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതൊരു മതേതരത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്നുള്ളതാണ് ഇന്ത്യ കൃത്യമായി പറയുന്നത്. കാരണം നമുക്കറിയാം ഭരണകൂടം എന്നത് എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ അവിടെ ഒരു ടെമ്പിൾ പണിയുന്നു അല്ലെങ്കിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നു എന്ന് പറയുന്നതും അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചയാണ്. നമുക്കറിയാം നേരത്തെ രജനീകാന്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥുമായി സംവദിച്ചതും അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് തൊഴുന്നതുമായ രംഗങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കിയ ഒരു കാര്യമാണ്. അതിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. സന്യാസി വര്യന്മാരുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇത്തരത്തിലാണ് എന്നുള്ള ഒരു രീതിയിൽ വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. UAE സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതിനകത്ത് പ്രത്യേകമായ മത രീതിയിലോ അല്ലെങ്കിൽ മതപരിവേഷവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രാധാന്യവും ഇല്ല. അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു സൗഹൃദം എന്ന രീതിയിലേക്ക്, അത് സ്ഥാപിക്കാനുള്ള ഒരു സൗഹൃദം എന്ന രീതിയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രവാസികൾ പോകുന്ന വിദേശ രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്.